ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നോമ്പുകൾക്ക് ഞാൻ ഇതൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നത്. വേറെ ഒന്നുമല്ല, എലഡാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഫിഷിൻ്റെ സ്റ്റഫിങ്ങാണ് ചെയ്യുന്നത്. ഞാനിവിടെ ട്യൂണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് മീറ്റ് ട്യൂണാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന സ്റ്റഫിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് ട്യൂണ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വെള്ളം ഫുള്ളായിട്ട് വറ്റണം എന്നില്ല. അപ്പോൾ അതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് 2 ഉള്ളിയും കുറച്ച് പച്ചമുളകും ഒരുമിച്ച് സോട്ട് ചെയ്തത് ഈ ട്യൂണൻ്റെ മിക്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ട്യൂണൻ്റെ കൂടെ ഓയിൽ വരുന്നതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ ഈ ട്യൂണൻ്റെ മിക്സിലേക്ക് അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ ജീരകം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി പെരുംജീരകമാണ് ആണെങ്കിൽ കുറച്ചും കൂടി അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്നുമില്ല, പിന്നെ നമുക്ക് ഇലൻ്റെ മേലെ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് ആദ്യം മാവ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് സ്റ്റഫിങ് വെച്ചിട്ട് അടാക്കിയെടുക്കുക. ഇതിലേക്കുള്ള മാവ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അജ്മീൻ്റെ ഒറോട്ടിപ്പൊടിയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പൊടിയിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും ചുവന്നുള്ളിയും പെരുംജീരകവും അതിലും കുറച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ഫില്ലിങ്ങിലിട്ട പോലെ തന്നെ ഈ പൊടിയിലും അതൊന്നും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ ആ മാവിനും കുറച്ചൊരു ടേസ്റ്റ് വരും. ഈ തേങ്ങയും ചുവന്നുള്ളി യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള എന്താ വെച്ചാൽ ഫില്ലിങ്ങിൻ്റെ അതേപോലെ തന്നെ മാവ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില ആൾക്കാർ ഈ ഫില്ലിങ് കൂടുതലുള്ള ഭാഗം മാത്രം കഴിച്ച് ബാക്കി ഭാഗം കളയൊക്കെ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെ കളയാൻ തോന്നില്ല. ഈ കുവൈത്തിലിരുന്ന് ഇലട ഉണ്ടാക്കാൻ ഇല എവിടെ നിന്ന് കിട്ടിയെന്ന് ആരും ചോദിക്കേണ്ട. ഇവിടെ ഡേ ഫ്രഷിൽ കിട്ടാത്തതായിട്ട് പ്രത്യേകിച്ച് ഒരു സാധനങ്ങളും ഇല്ല. നമ്മൾ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇവിടെയും കിട്ടും. പിന്നെ ഗൾഫിലല്ലേ ഫുഡൊക്കെ പുറത്തുനിന്നാവുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, അങ്ങനെ ഒന്നും ഇവിടെ നടക്കില്ല. ഹോട്ടലിൽ നിന്ന് കഴിക്കാറില്ല എന്നല്ല, കഴിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വല്ലപ്പോഴും മന്ത്ലി 1 or 2 മാത്രം നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കാറുള്ളൂ. അല്ലാത്തപ്പോൾ ഇതുപോലത്തെ എന്ത് സ്പെഷ്യൽ കഴിക്കാൻ ആഗ്രഹം തോന്നിയാലും ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കാറാണ്. എനിക്ക് ചെറുപ്പം തൊട്ടേ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഈ സ്പെഷ്യലായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്നതോ ഒക്കെ റെസിപ്പി ചോദിച്ചിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയാണെങ്കിലും അത് ഉണ്ടാക്കാറുണ്ട്. കാരണം എനിക്ക് ആഗ്രഹങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോഴല്ലേ ടേസ്റ്റ് കൂടാ, നമുക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വെറും 1 മണിക്കൂർ മാക്സിമം ഇതെല്ലാം കൂടി ചെയ്തെടുക്കാൻ വേണ്ടി ടൈം എടുക്കുകയുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ഒന്ന് മീനട ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി മസ്റ്റായിട്ട് ട്രൈ ആവുന്ന ഈസി റെസിപ്പിയാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് ഇഡ്ഡലി ചെമ്പിൽ 2 ലെയർ ആക്കിയിട്ട് വെച്ചിട്ട് നമുക്കൊരു 10-45 മിനിറ്റ് നമുക്കൊന്ന് ആവി ഇട്ടെടുക്കാം. അപ്പോൾ റെഡിയായി. നല്ല സിമ്പിളും അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തെടുക്കാം. ഒരു 20 മിനിറ്റ്സ് വേവിച്ചപ്പോൾ തന്നെ നല്ല കൈ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളാണ്.